നാക്കുകളുടെ വൈവിധ്യമല്ലേ ഉണ്ട്. ഈയിടെ അടുത്തായിട്ട് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഓരോ മനുഷ്യന്റെയും ചെറുനാക്കിന്റെ ഫിറ്റിങ്സിന് വ്യത്യാസമുണ്ടത്രേ. അതാണത്രേ മനുഷ്യന്റെ ശബ്ദഗാംഭീര്യം കൂട്ടുന്നതും കുറയുന്നതും ഒക്കെ, സ്ഫുടത വർദ്ധിപ്പിക്കുന്നതും കുറക്കുന്നതും ഒക്കെ. അപ്പൊ നമുക്കത് ശരിക്കും ബോധ്യപ്പെടും. കാരണം തെക്കൻ കേരളത്തിൽ ജനിച്ച ഒരുത്തനും വടക്കൻ കേരളത്തിൽ ജനിച്ച ഒരുത്തനും ഒരുപോലെ ആവില്ല. തെക്കൻ കേരളത്തിൽ ജനിച്ച ഒരാൾ ഒരു കെലിമത്തങ്ങ് പറഞ്ഞാൽ 2-3 കിലോ ഉണ്ടാവും. അത് അയാളുടെ ചെറുനാക്കിന്റെ ഫിറ്റിങ്ങിന്റെ അത്ഭുത. വഖ്തിലാഫു അൽസിനതിക്കും, ആ ശബ്ദഗാംഭീര്യം അള്ളാഹു കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഏതാവട്ടെ പറഞ്ഞു വന്നത്, നാക്കുകളുടെ വൈവിധ്യം അത് വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ മറ്റു മൃഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ വേർതിരിക്കാനുണ്ടായ കാരണം അതാ നമ്മൾ പറഞ്ഞ, മൃഗങ്ങൾക്ക് അള്ളാഹു അങ്ങനെ ഭാഷ കൊടുത്തിട്ടില്ല. ഇന്ത്യ രാജ്യത്തുള്ള ഒരാടിനെ, ഈ ആടിനെ നിങ്ങൾ എവിടെയാ കൊണ്ടുപോയിട്ടത്? സൗദിയിൽ കൊണ്ടുപോയിട്ടു. സൗദിയിൽ ആട് കരയുന്നു, നിങ്ങളുടെ ഇന്ത്യക്കാരനായ ഈ ആടും കരയുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. നേരെ മറിച്ചോ, ശബ്ദം കേട്ടാൽ തിരിച്ചറിയും, ഇന്ത്യക്കാരന്റെ സൗണ്ടും അറബിയുടെ സൗണ്ടും. നേരെ മറിച്ച് അത് തിരിച്ചറിയാൻ കഴിയില്ല. ഇവിടുത്തെ പശുവിനും അവിടുത്തെ പശുവിനും ഒരേ ശബ്ദമാണ്, ഒരേ സിഗ്നൽ രൂപങ്ങളാണുള്ളത്, അല്ലേ? അവ മെസ്സേജ് കൈമാറുന്നത് ഒരേ രൂപത്തിലാണ് മക്കൾക്ക്. അതിലൊരു പുരോഗമനവുമില്ല. മനുഷ്യർക്ക് അല്ലാഹു ബയാൻ ഭാഷ പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ പുരോഗതികളൊക്കെ മനുഷ്യൻ വെട്ടിപ്പിടിച്ചത്. അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും ഒരു കൃത്യമായ തോതിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഹുസ്ബാൻ. ഇത് പറയുമ്പോൾ വളരെ കൂടുതൽ പറയാനുണ്ട്. സൂര്യനും ചന്ദ്രനും കൃത്യമായ തോതിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും ഒരു കൃത്യമായ രൂപത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു വ്യത്യാസവുമില്ല. നോക്ക് നിങ്ങൾ, ഓരോ സെക്കൻഡിലും അതിവേഗം കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്ന സൂര്യൻ. ഈ സൂര്യന് മരണമുണ്ടെന്ന് ഇന്ന് ശാസ്ത്രലോകം വരെ സമ്മതിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റിയെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ചാൻസ് കിട്ടിയെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ? ഖമർ ഒരു തവണ ഭൂമിയെ ചുറ്റുന്നത് 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ് 11.6 സെക്കൻഡ്. ഇത് കഴിയുമ്പോൾ ഖമർ ഭൂമിയെ ഒരു വട്ടം വലയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ സൂര്യനെ പിടിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് പുതിയ മാസപ്പിറവി ആവണമെന്നില്ല. അവിടെയാണ് മാസപ്പിറവി ആവൂല, പുതിയ മാസം ഉത്ഭവിക്കണമെന്നില്ല. അല്ലെങ്കിൽ 27 ദിവസം കഴിയുമ്പോഴേക്ക് വരേണ്ടതാ, അതില്ല. എന്നാൽ പെട്ടെന്ന് കിട്ടുന്ന ചാൻസുകൾ വല്ലതും ഉണ്ടെങ്കിൽ, സൂര്യൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിൽ 29-നൊക്കെ മാസം, 29-ന് മാസം വരുന്നു. 29-ന് മാസം വരുന്നത് അപ്പോഴാ. എന്നാൽ അതുമില്ല എങ്കിൽ ഇനി ചന്ദ്രക്കല രൂപപ്പെട്ടാലും അത് കാണാത്ത പക്ഷത്തോളം നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചന്ദ്രപ്പിറവി മാസപ്പിറവി സ്ഥിരീകരിക്കണമെങ്കിൽ കാണുക തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടേ, മാസം കണ്ടിട്ടേ നോമ്പനുഷ്ഠിക്കാവൂ, ആക്കാവൂ എന്ന് പറയാൻ കാരണം. എന്നാൽ സൂര്യന്റെ കറക്കം അങ്ങനെയല്ല. അത് 365 ദിവസം കൊണ്ടാണ് ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നത്. 365 ദിവസം കൊണ്ടാണ് ഒരു തവണ വലയം ചെയ്തു തീർക്കുന്നത്. അതുപോലെ തന്നെ ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിലുള്ള കറക്കം 24 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്നു. അപ്പോൾ മറുഭാഗത്ത് സൂര്യൻ വരുന്ന സമയത്ത് ഇങ്ങേ ഭാഗത്ത് മറവായിരിക്കും, ഇരുട്ടായിരിക്കും, രാത്രിയായിരിക്കും. വായത്തുല്ലഹുമുല്ലയിൽ നസ്ലഹു മിൻഹുന്നഹാറ ഫൈദാഹും മുദ്രിമൂൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിൽ നമ്മെ പഠിപ്പിച്ചത് കാണാം. ഇങ്ങനെ എത്രയെത്ര സംഗതികൾ. മാത്രമല്ല സൂര്യനും ചന്ദ്രനും ഒരു കൃത്യമായ കണക്കിലാണെന്ന് പറഞ്ഞു. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഈ സൂര്യനെയും ചന്ദ്രനെയും കൊണ്ടുപോയി വച്ചിരിക്കുന്നത് ഒരു കൃത്യമായ കണക്കിലാണ്. സൂര്യനെയും ചന്ദ്രനെയും കൊണ്ടുപോയി വെച്ചത്, സൂര്യന്റെ അകലം, ഭൂമിയിൽ നിന്ന് സൂര്യന്റെ അകലം 149.6 മില്യൺ കിലോമീറ്ററാണ്. മൈല് കണക്കിന് പറയുമ്പോൾ 93 മില്യൺ മൈല്. ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ പറയുന്നത്, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. അപ്പൊ ആ കൃത്യമായ പരിധിയിൽ ഈ കിലോമീറ്ററിൽ അങ്ങനെ കൊണ്ടുപോയി വെച്ചത് എന്തിനാണ്?
149.6 മില്യൺ കിലോമീറ്ററിൽ കൊണ്ടുപോയി വെച്ചത്. അവിടെ നിന്ന് ഒരല്പം ഭൂമി സൂര്യൻ ഇങ്ങോട്ട് താന്നിട്ടാ ഉള്ളതെങ്കിൽ ഇവിടെ ചൂട് കൊണ്ട് നിൽക്കാൻ കഴിയൂല. കണ്ടോ? അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. അതൊരു കൃത്യമായ കണക്കിലാണുള്ളത്. ഒരല്പം താഴ്ന്നിരുന്നെങ്കിൽ ഭൂനിവാസികളായ നമ്മൾ ചൂടുകൊണ്ട് മരിച്ചു പോകുമായിരുന്നു. ഒരല്പം മേലോട്ട് പോയാലോ തണുത്തിട്ട് നിൽക്കാനും കഴിയില്ല. അങ്ങനെയാ, മേലോട്ട് പോയാൽ തണുപ്പായിരിക്കത്രേ, താഴോട്ട് വന്നാ ചൂടും. അപ്പൊ അള്ളാഹു കൊണ്ടുപോയി വെച്ചത് കണ്ടോ നിങ്ങളൊരു കൃത്യമായ കണക്കിലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യങ്ങളെല്ലാം സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. ആലോചിക്കണം. എല്ലാം ചന്ദ്രൻ നിൽക്കുന്നത് വളരെ ദൂരത്ത്, 3,84,400 കിലോമീറ്റർ അകലെ. ഇങ്ങനെ തുടങ്ങിയിട്ട് അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. അപ്പൊ അതിന്റെ കൃത്യമായ അകലം, കൃത്യമായ ചലനം, ഇതൊക്കെയാണ്. വന്നജ്മു വശജറു യസ്ജുദാൻ. അപ്പൊ അള്ളാഹു പറഞ്ഞതുപോലെ സൂര്യനും ചന്ദ്രനും ചലിക്കുമ്പോൾ ആ അകലത്തിൽ തന്നെ അകലം പാലിച്ച് നിൽക്കുമ്പോൾ അത് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു വ്യത്യാസവുമില്ല. ഇതാ നമ്മൾ പറഞ്ഞത്, മണ്ണും പിണ്ണും സുജൂദിലാണ്. പക്ഷേ ഭൂതിവാസികളായ തലച്ചോറുള്ള മനുഷ്യനു മാത്രം ഈ പണിക്കാവില്ല. ഈ ഒരു സങ്കടമാണ് ഇന്ന് നമ്മൾ രേഖപ്പെടുത്താൻ പോകുന്നത്. നോക്ക് നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് കാണാം. ഈ സത്യം എന്നെയും നിങ്ങളെയും നന്നായിട്ട് അറിയിക്കുന്നു. അല്ലാഹു മണ്ണും വിണ്ണും മൊത്തം സുജൂദിലാണ്. ആകാശം സുജൂദിലാണ്, ഭൂമി സുജൂദിലാണ്. ആകാശം സുജൂദിലാണെന്ന് വരുത്താൻ അല്ലാഹ് ആകാശത്തെ പ്രധാനപ്പെട്ട 2 ഗോളങ്ങളെ പറഞ്ഞു. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. അല്ലാഹ് പറഞ്ഞതിന്റെ ഒരു നെല്ലിപ്പടി പോലും ലംഘിക്കാതെ അനുസരണം കാണിക്കുന്നു. ആര്? സൂര്യനും ചന്ദ്രനും അനുസരണം കാണിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞതുപോലെ അത് അല്ലാഹുവിനുള്ള അനുസരണമാണ്. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള്. അല്ലാഹു പറഞ്ഞത് കണ്ടോ? ആകാശഭൂമികളിലുള്ള എല്ലാം അല്ലാഹുവിന് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. ഇത് നബിയെ നിങ്ങൾക്ക് കണ്ടൂടെ? അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള് വത്വൈരി സാഫാത്ത്. അതുപോലെ തന്നെ ചിറകുകൾ വിടർത്തി പറക്കുന്ന പക്ഷികളും അവയും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ എന്ന് പറഞ്ഞാൽ കിളികളകളാരവം മുഴക്കുന്നതും പശു കരയുന്നതും പശു നടക്കുന്നതും പശു തലകുനിക്കുന്നതും ഇതൊക്കെ സുജൂദാണെന്നാണോ പറയുന്നത്? സൂര്യൻ ചലിക്കുന്നത്, ചന്ദ്രൻ ചലിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, ഇതൊക്കെ സുജൂദാണെന്ന് വെറുതെ പറയല്ലേ. അത് നിങ്ങളിങ്ങനെ യാദൃശികമായി സംഭവിക്കുന്ന കാര്യങ്ങളെ സുജൂദാണെന്ന് വരുത്തി തീർക്കുകയല്ലേ. അല്ലാഹ് പറഞ്ഞു, അല്ല കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ. നിങ്ങൾക്കറിയില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വവും കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ, അവയുടെ നിസ്കാരവും പ്രകീർത്തനവും തസ്ബീഹും ഒക്കെ അത് മനഃപൂർവ്വമാണ് നടത്തുന്നത്, മനസ്സറിഞ്ഞിട്ടാണ്. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. പക്ഷേ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നോക്ക് നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. അപ്പൊ ആകാശ ലോകത്ത് പ്രധാനപ്പെട്ട 2 കാര്യം പറഞ്ഞ് അത് അല്ലാഹുവിനെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹ് പറയുന്നു, വന്നജ്മു വശജറു യസ്ജുദാൻ. വന്നജ്മു വള്ളിമരങ്ങളും വള്ളിവൃക്ഷങ്ങളും വൻഷജറു തടിവൃക്ഷങ്ങളും തടിമരങ്ങളും യസ്ജുദാൻ, അത് രണ്ടും സുജൂദ് നിർവഹിക്കുകയാണ്. കണ്ടോ? വള്ളിമരം പടർന്നു കിടക്കുകയാണ്, തടിമരം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇങ്ങനെയല്ല അല്ലാഹ് പറഞ്ഞത്. യസ്ജുദാനി, അത് രണ്ടും സുജൂദിലാണ്. അതിന്റെ നൃത്തവും അതിന്റെ പടർന്നു പന്തലിച്ചുള്ള കിടപ്പും ഒക്കെ സുജൂദാണെന്ന് മനസ്സിലാക്കിക്കോ. അതിലേറ്റവും കൂടുതൽ സുജൂദിന്റെ ചിത്രം പ്രകടാകുക വള്ളികളിലാണ്. മത്തങ്ങ, ചെരങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വള്ളി ഇങ്ങനെ പടർന്നു കിടക്കുന്നത് സുജൂദാണെന്ന് വേഗം അങ്ങോട്ട് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത്, വള്ളിമരം. അപ്പൊ വള്ളിമരവും എല്ലാ മരങ്ങളും ഭൂമിയിലുള്ള എല്ലാം. അപ്പൊ താഴെ ഭാഗത്തുള്ള 2 മുകൾ ഭാഗത്തിലുള്ള 2 പറഞ്ഞു. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. അങ്ങനെ പ്രപഞ്ചം മുഴുക്കെ സുജൂദിലാണ്. പ്രപഞ്ചം മുഴുക്കെ സുജൂദിലാണ്. ഒന്ന് എന്ന് വെക്കണ്ട, എല്ലാം സുജൂദിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സുജൂദിനെ കുറിച്ച് ചിന്തയുള്ളവരാവണം.
പ്രപഞ്ചത്തിന്റെ സുജൂദിനെ കുറിച്ച് ചിന്തയുണ്ടാവണം, എന്നിട്ട് നിങ്ങൾ സുജൂദ് ചെയ്യണം. പക്ഷേ അവയുടെ തസ്ബീഹ്, അവയുടെ സുജൂദ് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് അവ സുജൂദ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹു പറയുന്നു തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർളു, 7 ആകാശങ്ങളും 7 ഭൂമിയും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന, അവയിലുള്ളതെല്ലാം അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, ഒരു വസ്തുവും അല്ലാഹുവിനെ പ്രകീർത്തിക്കാത്തതില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ എന്തു ചെയ്യാനാണ്, അവ ചെല്ലുന്ന തസ്ബീഹുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു പറയുന്നു വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവ ചെല്ലുന്ന തസ്ബീഹ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒതുങ്ങേണ്ടതുണ്ട്. അതിനെ കണ്ടുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒതുങ്ങണം. നോക്ക്, നിങ്ങൾ അല്ലാഹു പറയുന്നത്, പക്ഷേ മനുഷ്യർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സൂറത്തുൽ ഹജ്ജിന്റെ 18-ാം വചനം പരിശോധിക്കുക. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. അല്ലാഹു പറയുകയാണ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. നജ്മ് ഷജറിന്റെ സുജൂദ് നടക്കണമെങ്കിൽ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും കൃത്യമായി ഓടിയെങ്കിലേ, ആ സൂര്യപ്രകാശം കിട്ടിയെങ്കിലേ ഇവിടെ ഈ സസ്യങ്ങളുടെ സുജൂദ് നടക്കൂ. നോക്കൂ നിങ്ങൾ, അതൊക്കെ അല്ലാഹു തആല സംവിധാനിച്ചതിലെ സൗന്ദര്യം തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അല്ലാഹു പറയുന്നു ആകാശഭൂമികളിലുള്ളതൊക്കെ അവന് സുജൂദ് ചെയ്യുന്നുണ്ട്. വശംസു വൽ ഖമർ, സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമറു, ചന്ദ്രൻ അല്ലാഹുവിനെ നമിക്കുന്നുണ്ട്. വന്നുജൂമു, നക്ഷത്രങ്ങളായ നക്ഷത്രങ്ങളെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട്. വൽ ജിബാൽ, പർവ്വതങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട്. വശജറു, മരങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട്. വദ്ദവാബു, മൃഗങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറും മിനന്നാസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കണ്ട നിങ്ങൾ, വന്നാസ് എന്ന് അല്ലാഹു പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു വന്നാസ് എന്ന് പറഞ്ഞോ? ഇല്ല. വകസീറും മിനന്നാസ്, മനുഷ്യരിൽ ഒരു കൂട്ടം ആളുകളും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറും മിനന്നാസ്, വകസീറുൻ, മറ്റൊരു വിഭാഗം, വേറെ കുറെ ആളുകൾ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നു. അതേസമയം വേറെ കുറെ ആളുകളോ അല്ലാഹുവിന്റെ ശിക്ഷ അവന്റെ മേലിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവൻ നരകത്തിന്റെ സന്തതി തന്നെയാണ്. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അല്ലാഹു ഒരാളെ വഷളാക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ ആദരിക്കാൻ പറ്റിയ മറ്റൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. കണ്ടോ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നത് കണ്ടോ? ഇതുകൊണ്ടാ പറഞ്ഞത് ലോകം മുഴുവൻ അല്ലാഹുവിനെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ട് നമ്മളും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ തയ്യാറാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. ഇനി അല്ലാഹു വരുന്നത് പെട്ടെന്ന് വിശദീകരിക്കുകയാണ്. ആകാശത്തെ അല്ലാഹു പൊക്കിപ്പിടിച്ചു. വവളഅൽ മീസാൻ, ശേഷം പറയുന്നു വൽഅർള വളഅഹാ ലിൽഅനാം, ഭൂമിയെ അല്ലാഹു തആല താഴ്ത്തി വെച്ചു. ലിൽഅനാമി, സൃഷ്ടികൾക്ക് വേണ്ടി പതിഞ്ഞ അവസ്ഥയിലും വെച്ചു. ബിഗ് ബാങ് തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിലൂടെ പൊട്ടിത്തെറിച്ചൊന്നു മേലോട്ടൊന്നു താഴോട്ടൊക്കെ വന്ന കഥ, അതിലേക്കൊന്നും കടക്കുകയല്ല. എന്ന് പറഞ്ഞാൽ അള്ളയാണ് ഇതൊക്കെ സംവിധാനിച്ചത് എന്ന് അള്ള പറയാ. പക്ഷെ അതിന്റെ ഇടയിൽ അള്ള ഒരു കാര്യം പറഞ്ഞു. നോക്ക്, ഈ ഭൂമി മേലെ വെച്ചതും ആകാശം താഴെ വെച്ചതും ഒക്കെ എന്തിനാണെന്നറിയോ? അള്ളാഹു ഇവിടെ നീതിയുടെ ത്രാസ് സ്ഥാപിച്ചിട്ടുണ്ട്. അള്ളാഹു നീതി നിലനിർത്തിയിട്ടുണ്ട്. മീസാൻ എന്ന് പറഞ്ഞാൽ ആ ത്രാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ
സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശം നീതിയാണ്. ശറഅൽ അദ്ല വ അമറ ബിഹി, നീതി അല്ലാഹു നടപ്പാക്കി. വവളഅൽ മീസാൻ, എന്തിന്? അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അല്ലാഹുവിന്റെ നീതിയുടെ ത്രാസ്. അതെന്താ? ഇഫ്അൽ കദാ വലാ തഫ്അൽ കദാ, ഇന്ന കാര്യം നീ ചെയ്യണം, ഇന്ന കാര്യം നീ ചെയ്യരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നീതി ഇവിടെ നീ സ്ഥാപിച്ചേ പറ്റൂ. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നീതിയുടെ ത്രാസിൽ നീ അതിക്രമം കാണിക്കരുത്. അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പോകുമ്പോഴാണ് ത്രാസിൽ അതിക്രമം കാണിക്കല്. വലാ തുഖ്സിറുൽ മീസാൻ, അതുപോലെ തന്നെ മീസാനിനെ നീ ചുരുക്കുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ അല്ല ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. അല്ല ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് ചെയ്യുകയും ചെയ്യരുത്. ഇതിനു വേണ്ടിയാണ് ഭൂമിയെ, പ്രപഞ്ചത്തെ ഈ രൂപത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പടച്ചു തന്നത് അള്ളാഹു പറയുന്നു. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക അതാണ്. എന്ത്? മണ്ണും വിണ്ണും ആകാശവും ഭൂമിയും പ്രപഞ്ചം മൊത്തം അള്ളാഹുവിന് സുജൂദിലാണ്. പക്ഷേ നമ്മൾ നേരെ നിൽക്കണം, അപ്പോഴേ അതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ഉൽക്കവർഷങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, സുനാമി ഉണ്ടാകും, കത്രീന ഉണ്ടാകും. അപ്പൊ ഭൂമി ഇതേ ലെവലിൽ നിൽക്കണമെങ്കിൽ, സൂര്യൻ നീതി പാലിക്കണമെങ്കിൽ, നക്ഷത്രം നീതി പാലിക്കണമെങ്കിൽ, ഈ ലോകം ഇതേ രൂപത്തിൽ സുഗമമായ രൂപത്തിൽ ഇനിയും നിലനിൽക്കണമെങ്കിൽ അല്ലാത്ത ഫിൽ മീസാൻ, നിങ്ങൾ തുലാസിൽ കളിക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തുലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ നിയമവിലക്കുകളാണ്. ആ നിയമവിലക്കുകൾ ലംഘിക്കാൻ വരരുത്. തിന്മ നിങ്ങൾ ചെയ്താൽ, തിന്മ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതാണ് അള്ളാഹുവിന്റെ തുലാസിൽ നിങ്ങൾ അതിക്രമം കാണിക്കൽ. അപ്പൊ നിങ്ങളുടെ തിന്മയുടെ തട്ട് കനം തൂങ്ങും. നന്മ ഇഷ്ടം പോലെ ചെയ്യണം. നന്മ നിങ്ങൾ ചുരുക്കിക്കളഞ്ഞാൽ തിന്മയുടെ തട്ട് അത് കനം കൂടിയിട്ട് നന്മയുടെ തട്ട് ഭാരം കുറഞ്ഞു പോകും. വേണ്ടതെന്താണ്? നിങ്ങൾ വേണ്ടത് നന്മ അധികരിപ്പിക്കുകയും തിന്മ കുറയ്ക്കുകയുമാണ്. അതാണല്ലോ പറഞ്ഞത്, ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു, ആരുടെ തുലാസാണോ കനമുള്ളത്, ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, നന്മയുടെ തട്ട് ഭാരമുള്ളവൻ സുഖലോക സ്വർഗത്തിലാണ്, സുഖ സമ്പൂർണമായ ജീവിതത്തിലാണ്, സന്തുഷ്ടമായ ജീവിതമാണ് അവൻ നയിക്കുക. ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അതേസമയം വഅമ്മാമൻ ഖഫ്ഫത് മവാസീനഹു ഫഉമ്മുഹു ഹാവിയ, ഫഅമ്മാമൻ ഖഫ്ഫത് മവാസീനഹു ഫഉമ്മുഹു ഹാവിയ, ആരുടെ ത്രാസാണോ കനം കുറയുന്നത് അവൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ തട്ട് കനം കുറഞ്ഞതാരാണോ ഫഉമ്മുഹു, അവനെ ഉമ്മ വെക്കാനുള്ള ഉമ്മ, അവനെ താലോലിക്കാനുള്ള ഉമ്മ, അവനെ സന്തോഷിപ്പിക്കാനുള്ള ഉമ്മ, അവനെ താരാട്ടുപാടി ഉറക്കാനുള്ള ഉമ്മ, തൊട്ടിലിൽ ആട്ടി ഉറക്കാനുള്ള ഉമ്മ, ഹാവിയ, ആഴമുള്ള നരകമാണ്. സുബ്ഹാനല്ലാഹ്, ആ നരകാഗ്നിയാകുന്ന അമ്മയുടെ താരാട്ട് നമുക്ക് വേണ്ട. ആ തീയിന്റെ കത്തിച്ചൊലിക്കുന്ന അഗ്നിയുടെ തലോടൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹമിയ. ആഴമുള്ള ഉമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കും. ഓ, വല്ലാതെ ആഴത്തിൽ എനിക്ക് സ്നേഹം തരുന്ന കഴിയുന്ന ഉമ്മയായിരിക്കാം. ഉമ്മ എന്ന് കേൾക്കുമ്പോഴേക്ക് ശൈശവത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചിന്തകൾ. ഓ, അന്ന് എത്ര സ്നേഹത്തോടു കൂടെയാണ് എൻ്റെ ഉമ്മ എന്നെ ഉമ്മ വെച്ച് താരാട്ടുപാടി എന്നെ തലോടി വളർത്തിയത്. അല്ല, ഇതല്ല ഈ പരിചയപ്പെടുത്തിയ ഉമ്മ. വമാ അദ്റാക മാ ഹിയ. നബിയെ, നിങ്ങൾക്കറിയോ ആരാണിവൾ? ഈ ഉമ്മ ആരാണെന്നറിയോ? നാറുൻ ഹമിയ, ചുട്ടുപൊള്ളുന്ന തീയാണ് നബിയേ, ചുട്ടുപൊള്ളുന്ന തീയാണ്. അപ്പൊ അല്ലാഹു തആല ഈ നീതിയുടെ ത്രാസ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ കുറെ ഹലാലുകളും ഹറാമുകളും വെച്ചു. ആ ഹറാമുകളുടെയും ഹലാലുകളുടെയും സന്തുലിതാവസ്ഥ നിങ്ങൾ നിലനിർത്തണം. അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഹദീസിൽ വന്നത്, ഈ നീതിയെക്കുറിച്ചാ പറഞ്ഞത്, ബിൽ അദ്ലി ഖാമത്തി സമാവാതു വൽ അർദ്. നബി തങ്ങൾ പറഞ്ഞു, നീതി കൊണ്ടാണ് ആകാശഭൂമികളുടെ നിലനിൽപ്പ്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത്. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത്, രണ്ടു തട്ടും ലെവലൊപ്പിച്ചോ. ഹറാം ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യണ്ട, അത് ചെയ്താ കുടുങ്ങും. ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കണ്ട, രണ്ടു തട്ടും ലെവലൊപ്പിച്ച് പൊയ്ക്കോ.
ചെയ്യാൻ പറഞ്ഞത് മുഴുവൻ ചെയ്യുക, ചെയ്യണ്ടാതെ പറഞ്ഞതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. എങ്കിലേ ഭൂമി ഈ ലെവലിൽ നിൽക്കൂ. അല്ലെങ്കിൽ ഭൂമി കോപിക്കും, പ്രകൃതി ദുരന്തങ്ങൾ വരും. പിന്നെ നമ്മൾ പ്രകൃതിയെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല, ഭൂമി അമ്മയെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടൊന്നും നമുക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഈ മീസാൻ എന്നതുകൊണ്ട് ഉദ്ദേശം തക്ലീഫ് തന്നെയാണോ? അതിൽ തുലാസ് എന്ന് പിൽക്കാലത്ത് ഖലഫ് പണ്ഡിതന്മാർ അതേക്കുറിച്ച് തുലാസ് എന്ന് പറഞ്ഞവരുമുണ്ട്. അവർ പറഞ്ഞ അർത്ഥം തെറ്റല്ല. കാരണം ആ നീതിയുടെ ഒരു ഭാഗമാണ് കച്ചവടം ചെയ്യുന്നവർ തുലാസിലെ തൂക്കവും നേരെയാക്കുക എന്നത്. ആ നീതിയുടെ ഒരു ഭാഗമാണ്. എന്നാൽ മഹാന്മാരായ മുൻകാല പണ്ഡിതന്മാരുടെ വ്യാഖ്യാന പ്രകാരം ആ ആയത്തിന് ഒരുപാട് വ്യാപ്തിയുണ്ട്. അത് തന്നെയല്ലേ കൂടുതൽ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നതും. കാരണം ആകാശഭൂമികളുടെ സെറ്റപ്പുകളൊക്കെ പറഞ്ഞ് നിങ്ങൾ അരിയും ഭക്ഷണവും മാത്രം തൂക്കിക്കൊടുക്കുന്നിടത്ത് മാത്രം പറഞ്ഞാൽ പോരാ, അതും വേണം. എല്ലായിടത്തും നിങ്ങൾ നീതി പാലിക്കണം. നീതിയുടെ തുലാസ് നിങ്ങൾ റെഡിയാക്കണം. വലാ തുഖ്സിറുൽ മീസാൻ, തുലാസിൽ നിങ്ങൾ ഒരിക്കലും കുറവ് വരുത്താൻ പാടില്ല. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വകസ്വിറാത്തി വകൽ മീസാനി മഅ്ദിലതൻ. വിശുദ്ധ ഖുർആനിനെ വർണ്ണിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, സിറാത്ത് പാലം പോലെ, വൽ മീസാനി വകസ്വിറാത്തി വകൽ മീസാനി മഅ്ദിലതൻ. നീതി പുലർത്തുന്ന വിഷയത്തിൽ, നീതിയുടെ കാര്യത്തിൽ തുലാസ് പോലെയാണ് ഖുർആൻ, സിറാത്ത് പാലം പോലെയാണ് ഖുർആൻ. അരുതാത്തത് ചെയ്ത ഒരൊറ്റ കുട്ടിയെയും സിറാത്ത് പാലം വെറുതെ വിടില്ല. നല്ലത് ചെയ്തവനെ നേരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അനീതി ഒരിക്കലും സിറാത്ത് പാലത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. തുലാസ് അതിൻ്റെ സൂചി കൃത്യമായ കണക്ക് കാണിക്കുന്നുണ്ട്. എങ്കിൽ ആ കൃത്യത കാണിക്കുന്നുവെങ്കിൽ ഇതേ രൂപത്തിൽ കൃത്യമായ വിവരണം നടത്തുന്നു വിശുദ്ധ ഖുർആൻ. വകസ്വിറാത്തി വകൽ മീസാനി മഅ്ദിലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമി. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനിനെ ഉപേക്ഷിച്ച് നിങ്ങൾ എവിടെ പോയാലും മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് തൽക്കാലം ഈ ഉമ്മത്തിൽ നീതി പുലരില്ല. ഫൽഖിസ്തു മിൻ ഗൈരിഹാ, ആ ഖുർആനല്ലാത്ത ഗ്രന്ഥങ്ങളിൽ നിന്ന് നീതി തൽക്കാലം ഫിന്നാസി, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിലും യഖുമി, അത് നിലനിൽക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വിശുദ്ധ ഖുർആനിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തട്ടെ. മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത് തന്നെയാണ് വവദഅൽ മീസാൻ. ഭൂമി സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ വവദഅൽ മീസാൻ ഖുർആൻ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. നേരത്തെ പണ്ടുപണ്ടേയുണ്ട്. അല്ലാഹുവിന്റെ മഖ്ലൂഖല്ലല്ലോ ഖുർആൻ. ആ നിയമവ്യവസ്ഥകളൊക്കെ നേരത്തെ തന്നെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നിയമവിലക്കുകളാണ് ഈ മീസാൻ എന്നത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. അത് നമ്മൾ ലംഘിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറയുന്നു, വല്ലർള വദഅഹാ ലിൽഅനാം. ഈ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചു സംവിധാനിച്ചു തന്നത് ലിൽ അനാം, ഭൂമി സൃഷ്ടികൾക്കുള്ളതാണ്, മനുഷ്യർക്കെന്നല്ല, മനുഷ്യേതര ജന്തുക്കൾക്കെല്ലാം ഉള്ളതാണ്. അവരൊക്കെ ഇവിടെ ജീവിക്കണം. അവർക്കൊക്കെ ജീവിക്കാൻ അവരുടേതായ മേഖലകൾ, സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങൾ, സൗകര്യമുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ അല്ലാഹ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഭൂമിയിൽ കഴിയാൻ സൃഷ്ടികൾക്ക് ആവശ്യമായതൊക്കെ കൊടുത്തു. അതാ പിന്നെ പറയുന്നത്, ഫിഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാത്തുൽ അക്മാം. ഫിഹാ ഫാകിഹത്തുൻ, അതിൽ എല്ലാ തരത്തിലുമുള്ള പഴവർഗ്ഗങ്ങളുണ്ട്. ഫീഹാ ഫാകിഹത്തുൻ, എല്ലാ തരത്തിലുള്ള പഴങ്ങളും അവിടെയുണ്ട്. വന്നഖ്ലു ദാത്തുൽ അക്മാം, എന്നല്ല കൂമ്പോളകളുള്ള ഈത്തപ്പഴങ്ങളും അവിടെ ഉണ്ട്. വന്നഖ്ലു ദാത്തുൽ അക്മാം, തൊലിയില്ലാത്ത, പാക്കിംഗ് ഇല്ലാത്ത പഴങ്ങൾ. ഫീഹാ ഫാകിഹത്തുൻ, അത് മാത്രമല്ല വന്നഖ്ലു ദാത്തുൽ അക്മാം,
കൂമ്പോളകളുള്ള കൂമ്പോളകളിൽ മൂടിക്കിടക്കുന്ന പഴങ്ങൾ, പിന്നെ അത് പുറത്തേക്ക് തലപൊട്ടി വരുന്നു. പാക്കിങ്ങുകളുള്ള പഴങ്ങൾ, കുലകളുള്ള പഴങ്ങൾ, അരുമ്പുകളുള്ള പഴങ്ങൾ, ഇതൊക്കെയുണ്ട്. വന്നഹ്ലു ദാത്തുൽ അക്മാം, ആ അരുമ്പുകൾ നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റും. മാത്രമല്ല ആ പാക്കിങ്ങുകൾ പല കാര്യങ്ങൾക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങളും പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് നൽകി. വൽ ഹബ്ബുൽ അസ്, വൈക്കോലുള്ള ധാന്യങ്ങൾ, നെല്ല്, ഗോതമ്പ് തുടങ്ങി വൈക്കോലുള്ള ധാന്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകി. എന്തിന്? നെല്ല് നിങ്ങൾക്ക് കഴിക്കാൻ. നെല്ല് കുത്തി അരി നിങ്ങൾ തിന്നോ, വൈക്കോല് നിങ്ങളുടെ നാൽക്കാലികൾക്കും കൊടുത്തോ. കണ്ടോ നിങ്ങൾ? വൽ ഹബ്ബുൽ അസ്, വൈക്കോലുള്ള ധാന്യങ്ങളുമുണ്ട്. വറൈഹാൻ, സുഗന്ധ ചെടികളുമുണ്ട്. അപ്പൊ എന്തെല്ലാം ഇവിടെ പരാമർശിച്ചു? മനുഷ്യനാവശ്യമുള്ള എല്ലാം ഇവിടെ പരാമർശിച്ചു. ഇതൊക്കെയും മനുഷ്യന്റെ ആവശ്യങ്ങൾ തന്നെയാണ്, ഒരു ചെറിയ വിഷയമല്ല. എല്ലാം മനുഷ്യന്റെ ആവശ്യങ്ങൾ തന്നെയാണ്. മനുഷ്യത്തീറ്റ, കാലിത്തീറ്റ, പ്രാണിത്തീറ്റ, സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. ഫീഹാ ഫാകിഹത്തും വന്നഖ്ലു ദാത്തുൽ അക്മാം വൽ ഹബ്ബുൽ അസ്ഫി വറൈഹാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ, അല്ലയോ ജിന്ന് ഇൻസ് വർഗമേ, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ രണ്ടു വിഭാഗത്തിൻ്റെയും രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾ നിഷേധിക്കാൻ ഒരുക്കമുള്ളത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ, ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? പറയണം. അതുകൊണ്ട് അനുഗ്രഹങ്ങളെ നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അള്ളാഹുവാണ് ഇതെല്ലാം തന്നതെന്ന് അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ലോകം മുഴുവൻ പടച്ച റബ്ബിന്റെ മുമ്പിൽ അവനെ വണങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങളും അവനെ വണങ്ങാൻ തയ്യാറായിക്കൊള്ളണം. ഇതാണ് പടച്ച റബ്ബിന് നമ്മളോട് പറയാനുള്ളത്. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും സൂറത്തുർ റഹ്മാനിന്റെ തുടക്കത്തിൽ പടച്ച റബ്ബിന് പറയാനുള്ളത്. ഈ പ്രപഞ്ചം മുഴുവൻ എന്നെ അനുസരിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും എന്നെ അനുസരിക്കാൻ തയ്യാറാവണം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. ഇവിടെ നോക്കുക നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങളൊരിക്കലും നീതിയുടെ ത്രാസ് ലംഘിക്കാൻ പാടില്ല. അല്ല വേണ്ട എന്ന് പറഞ്ഞ വിഷയങ്ങളോട് നിങ്ങൾ അടുക്കാൻ പാടില്ല. അല്ല വേണം എന്ന് പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാനും പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഭാഗത്തു നിന്ന് ഇതിന് അതിർലംഘനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് മേഖലകളിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളോട് ഔറത്ത് മറക്കണമെന്ന് അല്ല പറഞ്ഞെങ്കിൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ, നിങ്ങളത് ചെയ്യാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നീതിയുടെ ത്രാസിൽ നിങ്ങൾ കാണിക്കുന്ന അതിക്രമമാണ്. അതനുസരിക്കാതിരിക്കുക എന്നത് വലിയൊരു അതിക്രമമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞെരിയാണിയുടെ മേലെ നിങ്ങളുടെ മുണ്ട് പൊക്കിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞെരിയാണിക്ക് താഴെ നിങ്ങളുടെ പാൻസ് വലിച്ചഴച്ച് നടക്കുന്നുണ്ടെങ്കിൽ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ ചൂൽ പാൻറ്റുകളായി നടക്കുന്നുണ്ടെങ്കിൽ നല്ലോണം കരുതുക. 80 ചില്ലാനം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പൊ നീതി പാലിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കൂടെ നീതി പാലിക്കാനുണ്ട്. അള്ളാഹു പറഞ്ഞതെല്ലാം അനുസരിക്കുക. ഇത് തന്നെയാണ് അള്ളാഹുവിനോട് കൂടെയുള്ള നീതി. അള്ളാഹു പറയാത്ത ഒരു കാര്യം, അള്ളാഹ് ഹലാലാക്കാത്ത ഒരു കാര്യം ഹലാലാണെന്നോ അള്ളാഹ് ഹറാമാക്കാത്ത ഒരു കാര്യം ഹറാമാണെന്നോ പറയാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാൽ വഹാദാ ഹറാം. നിങ്ങളെ നാവിൽ തോന്നിയതൊക്കെ ഇത് ഹലാലാ ഇത് ഹറാമാ എന്ന് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞെങ്കിൽ, ഇനി രണ്ടാമതായി നീതി പാലിക്കേണ്ടത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയാണ്. അവരോട് കൂടെ നമ്മൾ നീതി പാലിക്കേണ്ടതുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നീതി പാലിക്കണം എന്ന് പറയുമ്പം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞ വിഷയങ്ങൾ അതിഗൗരവത്തിലെടുത്തുകൊണ്ട് ഹബീബ് പറഞ്ഞത് മുഴുവൻ അനുസരിക്കുകയും ഹബീബിനെ ആദരിക്കുകയും ചെയ്യുക. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, എന്തുകൊണ്ട് ഇത് സ്വലാത്തിന്റെ മാസമാണ് ശഅബാൻ.
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിറങ്ങിയത് വിശുദ്ധ മാസത്തിലാണ്. ആ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത് ഇവിടെ തന്നെ ആക്കാം. മീസാനിൽ തൊട്ട് കളിക്കുന്നത്, ഈ ഒരായത്തിൽ നമ്മൾ തൊട്ട് കളിക്കുന്നത് നമുക്കൊന്ന് വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കാം. എന്തേ പറഞ്ഞത്? രണ്ടായത്ത്, ഈ ആയത്തും ഇതിന്റെ തൊട്ട് പിറകിലുള്ള ആയത്തും. ഏത്? ഒന്നാമത്തേത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സൂറത്തുൽ അഹ്സാബ് 56-ാം വചനം. ഇനി 57-ാം വചനം. അത് കഴിഞ്ഞാൽ തൊട്ട് പിന്നിലോതുന്ന വചനം. ഇവിടെ അതിക്രമവും കാണാം, കുറവും കാണാം, രണ്ടും നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ വഅദ്ദ ലഹും അദാബം മുഹീനാ. ഈ ആയത്തിറങ്ങിയത് ബഹുമാനപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. നമ്മൾ നിലകൊള്ളുന്നതും ശഅബാൻ മാസത്തിലാണ്. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യാനുണ്ടായിരുന്ന കാരണം അതാണ്. കണ്ടോ നിങ്ങൾ, ഈ ആയത്തിറങ്ങിയത് റമദാൻ ശഅബാൻ മാസത്തിലാണെന്ന് പറയുമ്പം സ്വലാത്തിന്റെ മാസമാണെന്ന് മഹാന്മാർ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എത്ര സ്വലാത്ത് എല്ലാം കഴിയോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ? നിങ്ങൾക്ക് ആർത്തവമുള്ള സമയത്തും സ്വല്ലാം, അല്ലേ? നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും സ്വലാത്ത് എല്ലാം എന്നല്ല, പ്രത്യേക നിയ്യത്തില്ലെങ്കിൽ പോലും സ്വലാത്തിന് കൂലി കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എത്ര പേര് സ്വലാത്ത് ചെല്ലാറുണ്ട്? കേട്ടോളൂ ഈ ആയത്തിന്റെ അർത്ഥം. ഇന്നല്ലാഹ വമലായികത, തീർച്ചയായിട്ടും അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബിയ്യ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖൈറുണ്ടാകുന്ന കാര്യങ്ങൾ, നബി തങ്ങളുടെ വലുപ്പം ഉയരുന്ന കാര്യങ്ങൾ, നബി തങ്ങളുടെ ഇസ്സത്ത് ഉയരുന്ന കാര്യങ്ങൾ അല്ലാഹുവും അവന്റെ മലക്കുകളും ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും നിയന്ത്രണ പറഞ്ഞത് എന്താ? നബിക്ക് എങ്ങനെയൊക്കെ ഇസ്സത്ത് ഉണ്ടാകുമെന്നാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുസല്ലൂന അലൻ നബി എന്നതിന് ഞാൻ അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ നൽകിയ അർത്ഥമാണ് അയ്യഅ്തനൂന ബിമാ ഹുവ ഖൈറുൽ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ഖൈറുള്ള കാര്യങ്ങൾ പരിഗണിക്കും, അത് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കടമയും കടപ്പാടുമില്ലാത്ത അള്ളയും അവന്റെ മലായിക്കത്തും ഹബീബിനോട്, ഹബീബിന് ഖൈറും വളർച്ചയും ഉയർച്ചയുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ, ആ ഹബീബില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിയോ ഇല്ല. ആ ഹബീബില്ലെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ അറിയോ ഇല്ല. ആ ഹബീബില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ കുറിച്ച് അറിയോ ഇല്ല. ആ ഹബീബില്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് നബിയോട് എത്ര വലിയ കടപ്പാടാ നിങ്ങൾക്കുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ, ആ നബി മുഖേന വിശ്വാസം ലഭിച്ച മുഅ്മിനീങ്ങളെ, സ്വല്ലു അലൈഹി, നിങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായതൊക്കെ ചെയ്തോ. വസല്ലിമൂ തസ്ലീമാ, പോരാ നിങ്ങളുടെ ശരീരം സമ്പൂർണ്ണമായി ഹബീബിനെ ഏൽപ്പിച്ചു കൊടുക്കണം. മഹാന്മാരായ ആളുകൾ കൊടുത്ത അർത്ഥമാണ്. അബൂ സഊദും ബഹുമാനപ്പെട്ട ഇമാം നസഫിയും ഒക്കെ കൊടുത്ത വ്യാഖ്യാനമാണ് ഞാൻ ഈ പറയുന്നത്. വസല്ലിമൂ തസ്ലീമാ, നിങ്ങളെ സമ്പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവണം. അപ്പൊ നബി തങ്ങൾക്ക് ഖൈറുള്ളതേ പറയാവൂ കേട്ടോ, നബി തങ്ങൾക്ക് ഖൈറുള്ളതേ ചിന്തിക്കാവൂ കേട്ടോ, നബി തങ്ങൾക്ക് ഖൈറുള്ളതേ പാടാവൂ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖൈറുള്ളതേ നിങ്ങൾ എഴുതാവൂ കേട്ടോ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് ക്രമവും അക്രമവും പഠിപ്പിക്കാൻ വന്ന നബി തങ്ങൾ, നീതിയും അനീതിയും പഠിപ്പിക്കാൻ വന്ന നബി തങ്ങൾ, സത്യവും മിഥ്യയും പഠിപ്പിക്കാൻ വന്ന നബി തങ്ങൾ, സ്നേഹമെന്ത് ശത്രുത എന്താണ് എന്ന് പഠിപ്പിക്കാൻ വന്ന നബി തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയാൻ പാടില്ല. ആ നബിതങ്ങളിൽ നിന്ന് അപാകതകൾ വന്നുപോയെന്ന് പറയരുതേ, ആ നബിതങ്ങൾ തെറ്റു ചെയ്തു എന്ന് പറയരുതേ. ബിദ്അത്തുകാര് പറയുന്നത് പോലെ, വ്യതിയാന ചിന്താഗതിക്കാര് പറയുന്നത് പോലെ നിങ്ങൾ പറയാൻ പാടില്ല. നബിതങ്ങൾക്ക് നിങ്ങളെ വാക്കുകൊണ്ട് ഉയർച്ച ഉണ്ടാകാനേ പറ്റൂ. സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ നബിതങ്ങളെ ഒരിക്കലും തന്നെ മോശമായി ചിത്രീകരിക്കരുത്. അള്ളാഹുവിന്റെ നബി, അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദിവസം 100 വട്ടം തൗബ ചെയ്തെങ്കിൽ ഞാൻ
1000 വട്ടം തെറ്റ് ചെയ്തിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാ പറയുന്നില്ലല്ലോ. അപ്പൊ നബി തങ്ങൾ 100 വട്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 100 തെറ്റ് നബി ചെയ്തിട്ടില്ലേ? അങ്ങനെ മനസ്സിലാക്കണ്ട, അത് എന്റെയും നിന്റെയും കുറവാ. കാരണം നമ്മൾ 1000 തെറ്റ് ചെയ്തിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാ പറയാൻ നമുക്ക് മനസ്സില്ല. എന്നാൽ നല്ല മനുഷ്യന്മാരങ്ങനെയല്ല. വന്നസ്സിൽ ലവ്വാമ, ഖുർആൻ പറഞ്ഞതാ. സ്വന്തത്തെ പഴിക്കുന്ന മഹാന്മാര് സാക്ഷി. മഹാന്മാരങ്ങനെയാ, സ്വന്തത്തെ പഴിച്ചുകൊണ്ടിരിക്കലാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അതാ അത്താഴ സമയം വരെ നിസ്കരിച്ച് അവസാനം സുബഹിയുടെ മുമ്പൊന്ന് ഉറങ്ങാൻ, ഞാൻ തഹജ്ജുദ് കിട്ടൂലല്ലോ, ഉറങ്ങി എഴുന്നേറ്റവനല്ലേ തഹജ്ജുദ് സുന്നത്തുള്ളൂ എന്ന് കരുതി ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു 5 മിനിറ്റ് ഒന്ന് ഉറങ്ങട്ടെ എന്ന് കരുതി കിടന്ന് അതൊരു 10 മിനിറ്റ് അങ്ങായി. അവിടെ നിങ്ങട്ട് എഴുന്നേറ്റപ്പോ റാബിയ ചോദിച്ചത്രേ, യാനസുഖം തനാമീൻ, യോ എന്റെ ശരീരമേ, എന്തൊരു പിടുത്തം വിട്ട് ഉറക്കാണിത്, ഉറങ്ങുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് റാബിയത്തുൽ അദവിയ്യ സ്വന്തത്തോട് ചോദിച്ചത്രേ. ഇത് കേൾക്കുമ്പോ തൊട്ടടുത്ത റൂമിൽ ഞാനോ നീയോ ഉണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കുക? ഒരു 10 കൊല്ലം മുമ്പെങ്ങാനും ഉറങ്ങിയതാണ് റാബിയ എന്ന് തോന്നിപ്പോകും. എന്താ കാരണം? നമ്മൾ മഗ്‌രിബിന് അങ്ങ് കിടന്നാൽ പിറ്റേന്ന് 8 മണിക്കാ ഹയാത്താകുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ നേരത്ത് 9 മണിക്കാ ഹയാത്താകുന്നത്. നമുക്കത് തോന്നും. അതാണ് നബിതങ്ങൾ 100 വട്ടം തൗബ ചെയ്തെങ്കിൽ അത് പാപ്പാധിക്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കണ്ട. നബിതങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിലോ കർമ്മത്തിലോ പെരുമാറ്റത്തിൽ പോലും അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് ഒരണുവളവോളം വ്യതിചലനമുണ്ടാവില്ല. എന്തുകൊണ്ട്? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നബിയെ, യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. ഇന്നക ലമിനൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാകുമ്പോൾ അലാ സിറാത്തിൻ മുസ്തഖീം, നിങ്ങൾ വളയാത്ത ചെറിയാത്ത ചിന്താപരമായിട്ടും കർമ്മപരമായിട്ടും അതുപോലെ തന്നെ പെരുമാറ്റത്തിലും എവിടെയും നേരായ റൂട്ടിലൂടെ ചലിക്കുന്നവരാണ്. നിങ്ങളെ ജീവിതത്തിൽ വളവില്ല, തിരിവില്ല, വക്രതയില്ല നബിയേ. ആരാ പറയുന്നത്? അല്ല പറയുന്നു നബി തങ്ങൾ പാപസുരക്ഷിതനാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ വിവരദോഷികൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ ധാരാളം ചെയ്തു കൂട്ടിയിട്ടുണ്ട്, രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് ചിന്തിച്ചോ, അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് പറയാൻ വാ, നബി തങ്ങളുടെ മൗലിദുണ്ട്, നീ വാ പാടാൻ വാ. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ ചാരത്തു വന്ന് പാടാൻ വാ. ബൂസീരിക്കൊപ്പോ ആ ആത്മീയ സാന്നിധ്യത്തോടുകൂടെ നമുക്ക് പാടാമെന്ന് പറയുമ്പം ഇല്ല, ഇവന് കഴിയുന്നില്ല. എന്തേ കാരണം? ഇവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനല്ല. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇത് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചോദിച്ചേക്കാം, സ്വലാത്തും സലാമും ചൊല്ലാനല്ലേ ഈ ആയത്തിൽ പറഞ്ഞത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളിം മലക്കുകളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യ്. നബിതങ്ങൾക്ക് ഖൈറും ഉയർച്ചയും ഉണ്ടാകുന്ന എല്ലാം ചെയ്തോ എന്ന് പറയുമ്പോൾ മൗലിദ് ചൊല്ലിക്കോ സ്വലാത്ത് ചൊല്ലിക്കോ ഒക്കെ പെട്ടു അതിൽ. അപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ, അള്ളിമലക്കുകളും ചെയ്യും പോലെ ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയോ? അത് അറിയാത്തത് കൊണ്ടാ ഓല് വന്നിട്ട് ചോദിച്ച കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ എങ്ങനെയാ നിങ്ങൾക്ക് വേണ്ടി ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, അത് പറഞ്ഞു തരണം. ഖൂലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അപ്പൊ നബി പറഞ്ഞു, നിങ്ങളെ അത് നിങ്ങൾക്ക് എന്തായാലും കഴിയൂല, അള്ളി മലക്കുകളും എനിക്ക് ചെയ്തു തരും പോലെ നിങ്ങൾക്ക് കഴിയൂലല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താളാ, ഏൽപ്പിച്ച അള്ളാനെ തന്നെ തിരിച്ചാടെ ഏൽപ്പിച്ചാളാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, പടച്ചോനെ നീ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളാലാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പോരായികയുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നീ അങ്ങ് ചെയ്തു കൊടുത്താളാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് എല്ലാ ഖൈറും ബറക്കത്തും നീ നൽകണം എന്ന് അള്ളാഹുവിനോട് തിരിച്ചു പറയാൻ പഠിപ്പിച്ചവരാണ്. അതുകൊണ്ട് സ്വലാത്ത് ഏറ്റവും വലിയ മദ്ഹാണ് റസൂലുള്ളാഹിയുടെ മദ്ഹിന്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ജന്മദിനത്തോടനുബന്ധിച്ചൊരു പ്രത്യേക രൂപത്തിൽ നമുക്ക് സംഘടിപ്പിക്കാമെന്ന് പറയുമ്പോൾ വദക്കിറുഹും ബി അയ്യാമില്ലാ, അള്ളാഹുവിന്റെ വിശേഷാൽ ദിനങ്ങളെ കൊണ്ട് നിങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം. ഖുർആൻ പറഞ്ഞതല്ലേ. ഇത് പറഞ്ഞുകൊണ്ട് ആധുനിക ചിന്തകനായ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വ്യതിയാന ചിന്താഗതിക്കാർ വരെ എന്താണ് പറയുന്ന അഭിപ്രായമെന്ന് ശ്രദ്ധിക്കാറുള്ള ഷെയ്ഖ് ഖർലാവി, അദ്ദേഹം അടക്കം രേഖപ്പെടുത്തിയത് കാണാം. ഖർലാവിയുടെ മൊത്തം അഭിപ്രായത്തോട് ഞാനൊരിക്കലും യോജിക്കുന്നില്ല, നമുക്ക് അദ്ദേഹത്തോട് കുറെ വിയോജിപ്പുകളുണ്ട്. അത് നിലനിർത്തിയിട്ട് തന്നെ പറയുന്നു, ബദരീങ്ങളാണ്ട് കഴിക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഖർലാവി ഓതിയ ആയത്തിതാണ്, വദക്കിറുഹും ബി അയ്യാമില്ലാ. ഒരുപാട് നാളുകളുണ്ട് അള്ളാഹുവിന്
അപ്പൊ അള്ളാഹുവിന്റെ നാളുകളെ കൊണ്ട് നിങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ചില വിശേഷ സംഭവങ്ങൾ സംഭവിച്ച ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബദർ യുദ്ധം നടന്ന ആ ദിവസം തന്നെ ബദരീങ്ങളെ പറ്റി വഅദ് പറയണം. കണ്ടോ, വദക്കിറുഹും ബിഅയ്യാമില്ലാ. കഴിഞ്ഞില്ല, നബി തങ്ങൾ എന്നാണോ ജനിച്ചത് ആ ദിവസം തന്നെ മൗലിദ് നടത്തണം. കർലാവി പറയാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാ? കൂട്ടത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ധാരാളം ബഹുമാനിക്കണം. എന്താണ് റസൂലുള്ളാഹിയോടുള്ള ബഹുമാനമല്ലേ? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ സ്വരം പൊക്കി സംസാരിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞു സൂറത്തുൽ ഹുജറാത്ത്. ആ ഹുജറാത്ത് സൂറ വിശദീകരിച്ചുകൊണ്ട് ധാരാളം സീഡികൾ നാം ഇറക്കിയിരുന്നു. 10ഓളം സീഡികൾ പറയാൻ ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം എത്ര കണ്ട് ആദരിക്കണം നോക്ക് നിങ്ങൾ. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അതിന്റെ യുക്തി കണ്ടോ നിങ്ങൾ? നിസ്കാരത്തിൽ ജഹരിയായ നിസ്കാരം, ഉറക്ക ഓതേണ്ട നിസ്കാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ 2 റക്അത്തിലേ ജഹറുള്ളൂവല്ലോ. എന്തുകൊണ്ടാണിത്? ആദ്യത്തെ 2 റക്അത്തിൽ പിന്നത്തെ 2 റക്അത്തിൽ ഉറക്കോതാൻ പറ്റൂലല്ലോ. അതിന്റെ കാരണം എന്താണ്? ആദ്യത്തെ അത്തഹിയാത്ത് ഓതുമ്പം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തിരുനബിയോട് സലാം പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് മുന്നിൽ ഹാളിറായ പ്രതീതിയാണ്. ആ നബി തങ്ങൾ അത്തഹിയാത്തിൽ ഓർക്കരുതെന്ന് പറയുന്നവരെക്കാൾ തലച്ചോറില്ലാത്തൊരു വിഭാഗം അള്ളാഹുവിന്റെ ദുനിയാവിലില്ല. അവരുടെ വേഷവിധാനങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഇഹ്യാഉൽ ഉമ്മത്തിൽ ഇമാം ഗസാലി പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ഓർക്കൽ സുന്നത്താണ്. അപ്പൊ ഏതാവട്ടെ, ഈ ഒരു ശബ്ദം അങ്ങ് പറയുന്നതോടുകൂടെ റസൂലും അങ്ങോട്ട് ഹാജരായ പ്രതീതിയാണ്. ഇനി ഉറക്കോതാൻ കഴിയൂല. കാരണം ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശബ്ദം പൊക്കിക്കൂടാ. 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പിന്നെ ഉറക്കോതുന്നില്ല. നോക്കണം നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ ഏത് രൂപത്തിലാണ് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്ന്. അതിന്റെ ഒരു രഹസ്യമായിരിക്കാം. അതാ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെന്ന് തീർച്ചപ്പെടുത്തി പറയുകയല്ല, അതിന്റെ ഒരു രഹസ്യം അങ്ങനെ ആയിരിക്കാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞതോടുകൂടെ ഇനി അതിന്റെ ശേഷം ഉറക്ക ഓതണ്ട എന്ന തീരുമാനമായിരിക്കാം. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഹബീബിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തരുത് കേട്ടോ. ഇനി നോക്കൂ നിങ്ങൾ, ഇത് കഴിഞ്ഞിട്ടല്ല പറയുന്നു സലാത്തും സലാമും ചൊല്ലണം നിങ്ങൾ, നബിതങ്ങളെ മദ്ഹ് ചെയ്യണം നിങ്ങൾ എന്ന് ആകത്തുക. അത് പറഞ്ഞതിന്റെ തൊട്ടുപിറകിൽ അല്ല പറയുന്നത് ഇന്നല്ലദീന യുഊദൂന അല്ലാഹ വറസൂല. മദ്ഹ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതാവൂല എന്ന് പറഞ്ഞു. കണ്ടാ, വലാ തുഖ്സിറുൽ മീസാൻ. കുറവ് വരുത്തലായത്. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കുറവ് വരുത്തരുത്. ഇനിയോ അല്ലാഹുവിന്റെ റസൂലിനെ ശല്യം ചെയ്യരുത് എന്നാ ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്. ഇന്നല്ലദീന യുഊദൂന അല്ലാഹ വറസൂലഹു. അല്ലാഹുവിനെയും അവന്റെ തിരുദൂതരെയും ശല്യം ചെയ്യുന്ന കക്ഷി തീർച്ചയായിട്ടും ഇന്നല്ലദീന യൂദൂൻ, ശല്യം ചെയ്യുന്ന കക്ഷികൾ അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ശല്യം ചെയ്യുന്നവർ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, അവരെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ശപിച്ചിരിക്കുന്നു. വഅദ്ദ ലഹും അദാബൻ മുഹീനാ, അവർക്ക് ഏറ്റവും വൃത്തികെട്ട ശിക്ഷയാണ് കേട്ടോ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. ദുനിയാവിലും ആഖിറത്തിലും അവരെ ശപിച്ചാട്ടിയിരിക്കുന്നു. ആരെ? അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഇങ്ങനെ ശല്യം ചെയ്യാം. നബി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയാം, അള്ളാഹുവിന്റെ റസൂൽ നമ്മളെപ്പോലെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയാം. ഇതൊന്നും പറഞ്ഞു പോകരുതേ. എന്താ കാരണം? പറഞ്ഞവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ചരിത്രത്തിലൊരൊറ്റ കുട്ടിയും രക്ഷപ്പെട്ടത് പറയാനില്ല. നോക്ക് നിങ്ങൾ, ഒരു മഹാത്തമ്മാടിയുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ ഹബീബിനെ ശല്യം ചെയ്തവൻ. ആ ഒരൊറ്റ വിഷയം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്ന് സദസ്സ് പിരിയുന്നു. നാളെ നമുക്ക് വളരെ നല്ല വിഷയങ്ങൾ നാളെ ചർച്ച ചെയ്യാനുണ്ട്. മറ്റന്നാൾ അതിലേറെ രസകരമായ വിഷയം, ഏറ്റവും അവസാനത്തെയും അതിൻ്റെ തലേന്നത്തെയും നാള് ഇൻഷാ അല്ലാഹ് നമ്മളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നാളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കിക്കോളൂ, അള്ളാഹുവിന്റെ റസൂലിനെ ശല്യം ചെയ്ത ഒരു പഹയനെ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും അല്ലാഹ് ശപിച്ചാട്ടിയ ഒരു ചിത്രം പറഞ്ഞു തരാം. സൂറത്തുൽ ഖലം
സൂറത്തുൽ ഖലം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ. ഇത്തരം അക്ഷരങ്ങളുടെ ഉദ്ദേശങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ. നൂൻ അതൊക്കെ വിശദീകരിക്കുമ്പോഴേക്ക് സമയം പോകും. അല്ലാഹു അലം ബി മുറാദിഹി ബിദാലിക്. ഈ കോഡ് ഭാഷയുടെ അർത്ഥം എന്താണെന്ന് പടച്ച റബ്ബിനെ അറിയൂ. ഭാഷയാണെങ്കിൽ ഭാഷാപരമായി അർത്ഥം പറയാൻ കഴിയുന്ന ഒരു പദമാണെങ്കിൽ അർത്ഥം പറയാമായിരുന്നു. അക്ഷരമായതുകൊണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് തിരിയും. എന്ന് പറഞ്ഞ ആളുടെ ഉദ്ദേശം ആപ്പിൾ എന്നാണെങ്കിൽ അതെന്താന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നതുപോലെ നൂൻ, പടച്ച റബ്ബേ നിനക്ക് മാത്രമേ അതിന്റെ അർത്ഥം അറിയൂ. അങ്ങനെയാണ് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ അതിനർത്ഥം പറഞ്ഞത്. വൽ ഖലമി വമാ യസ്തുറൂൻ. പേനയാണ് സാക്ഷി. വൽ ഖലമി വമാ യസ്തുറൂൻ. നിഷ്പക്ഷമതികളായ എഴുത്തുകാരുടെ വരമൊഴികളാണ് സാക്ഷി. ആരൊക്കെ ഇവിടെ പേന പിടിച്ച് ചരിത്രം കുറിച്ചിടുന്നുണ്ടോ നബിയെ, അവരുടെ തൂലികയിൽ നിന്ന് നീർഖളിക്കുന്ന മഷിത്തുള്ളികൾ നബിയെ സാക്ഷിയാണ്. മാം തബി നിഅ്മതി റബ്ബിക ബിമജ്നൂൻ. നബിയെ നിങ്ങൾ അല്ലാഹു അനുഗ്രഹിച്ചിട്ട് ഭ്രാന്തനല്ല. ഇതിറങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ? വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്ന പഹയൻ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഭ്രാന്തൻ എന്ന് പറഞ്ഞു. ഇവർ റസൂലുള്ളാഹിനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഇങ്ങനെ ഗൂഢാലോചന നടത്തി. എന്താ നമ്മൾ കൊടുക്കാൻ പറ്റിയ ടൈറ്റൽ നാമം? ഒരു ടൈറ്റൽ നാമം വ്യാപകമാക്കി മുഹമ്മദിനെ തകർക്കണം എന്ന് വെച്ചു. എന്നിട്ടൊരു ടൈറ്റൽ നാമം കൊടുക്കാനുള്ള ഒരുക്കമാണ്. ആ ടൈറ്റൽ നാമം ഏത് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നു. അപ്പൊ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, ഒരു പെൺഭ്രാന്തനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കുറെ ആളങ്ങ് ഒഴിഞ്ഞോളും. അപ്പൊ തൊട്ടടുത്തിരിക്കുന്നവൻ ചോദിച്ചു, എടോ നിന്റെ വാപ്പ എത്രണ്ണം കെട്ടിയിട്ടുണ്ട്? കാരണം ഇതിവരിൽ എല്ലാവരിലും വ്യാപകമാണ്. അറബികളുടെ സംസ്കാരമായിരുന്നു. നബിതങ്ങൾ അങ്ങനെയാണെന്നല്ലോ പറഞ്ഞത്. അത് വേറെ. അള്ളാഹുവിന്റെ ഓർഡർ മുഖേനയാ റസൂലുള്ള കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ റസൂലുള്ള കല്യാണം കഴിച്ചത് എപ്പോഴാ? അതൊക്കെ ആലോചിക്കണ്ടേ. ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷമല്ലേ ബഹുഭാരിത്വം സ്വീകരിക്കുന്നത്. എന്നാൽ അത്രയും നാള് റസൂലുള്ള രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പെൺഭ്രാന്തല്ല കല്യാണം കഴിക്കാൻ കാരണം എന്ന് ബോധ്യമാണ്. കാരണം അത്രയും ആവും കാലത്ത് റസൂലുള്ള ജീവിച്ചതോ തന്നേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഭാര്യയുടെ കൂടെയും. ആലോചിക്കണം നിങ്ങളതിൻ്റെയൊക്കെ ഗൗരവം. ഈ ആരോപകർക്കൊക്കെ തലച്ചോറുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. അവരൊക്കെ യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതെങ്കിൽ ഇത് പറയില്ലായിരുന്നു. ഏതാവട്ടെ പോവട്ടെ, ഇവിടെ എത്രയോ എഴുത്തുകാർ സാക്ഷിയാണ്. റസൂലുള്ള ഖുർആൻ പറഞ്ഞത് ഇന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഷായിറാണ്, ഒരു കവിയാണ്, നല്ല ആകർഷകനായ ഒരു കവിയാണെന്ന് പറയാം. അപ്പൊ ചോദിച്ചു, കൊട്ടാര കവികളെ തീറ്റിപ്പോറ്റി വളർത്തുന്ന നമ്മൾ മുഹമ്മദ് കവിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ആള് പോകൂലല്ലോ, പിന്നെയും തടിച്ചു കൂടുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് പറ്റിയ ഒരാരോപണം പറയണം. വലീദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ അഭിപ്രായം അവന് പറ്റിയ ഒരു നാമമുണ്ട്, മജ്നൂൻ. ഭ്രാന്തനാണെന്ന് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്തേ കാരണം? ഭ്രാന്തനാണെന്ന് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താ? ഭ്രാന്തന്മാരിന് എത്ര നല്ല കാര്യം പറഞ്ഞാലും ആരും ശ്രദ്ധിക്കൂല. എത്ര കാര്യമുള്ള കാര്യം പറഞ്ഞാലും ശ്രദ്ധിക്കൂലല്ലോ. നമ്മൾ അങ്ങാടിയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഭ്രാന്തനായ മഹമാക്കായിരിക്കും ഏറ്റവും നല്ല കാര്യം പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല. ആ അബൂബക്കർ കാക്ക പറഞ്ഞ, ഭ്രാന്തനായ അബൂബക്കർ കാക്ക പറഞ്ഞ കാര്യം ഒരിക്കലും ശ്രദ്ധിക്കാൻ തയ്യാറാവില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഭ്രാന്തനാണെന്ന് വരുത്തി തീർക്കലാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം. അങ്ങനെ എല്ലാവരും അതിനെ പിന്താങ്ങി. കുഴപ്പമില്ല. വലീദ് പറഞ്ഞ, നമ്മളെ നേതാവ് പറഞ്ഞത് തന്നെയാ നല്ല അഭിപ്രായം. വലീദ് ഇവരുടെ നേതാവായിരുന്നു. അങ്ങനെ വലീദ് ഇബ്നുൽ മുഗീറ ഇത് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പിറ്റേന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് കേൾക്കുന്നത് മുഹമ്മദ്, എടോ ഭ്രാന്ത ഭ്രാന്ത എന്ന അഭിസംബോധനവും. എല്ലാ സ്ഥലത്തേക്കും തിരിഞ്ഞു നോക്കുന്നിടത്തൊക്കെ ഈ കറുത്ത പോസ്റ്ററുകൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ ക്ഷീണിച്ചു പോയി. അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പടച്ചോനെ, എന്നെ മാനം കെടുത്തുന്നതിൽ എനിക്ക് വിഷയമില്ല, എൻ്റെ വ്യക്തിത്വം തകരുന്നതിലും വിഷയമില്ല. പക്ഷേ നീ എൻ്റെ ചുമലിൽ വലിയൊരു ബാധ്യത വെച്ചിട്ടുണ്ടല്ലോ അല്ലാ, പ്രബോധനം. ഇത് നടത്താൻ എനിക്കിത് തടസ്സമാകും. ഞാനൊരു ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ എന്നെ ജനങ്ങൾ കേൾക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് നബി തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇറക്കിയത്. നബിയെ നിങ്ങൾ പേടിക്കണ്ട, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. പേന സാക്ഷിയാണ്. ആ പേന പിടിച്ചെഴുതുന്ന നിഷ്പക്ഷമായ എഴുത്തുകാരുടെ വരമൊഴികൾ സാക്ഷിയാണ്. മാം തബി നിഅ്മതി റബ്ബിക ബിമജ്നൂൻ. നബിയെ നിങ്ങളുടെ രക്ഷിതാവ് അനുഗ്രഹിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഭ്രാന്തനല്ല. നിങ്ങൾ പ്രബോധന ഫീൽഡിൽ നിന്നൊഴിയരുത്. വഇന്നലക ലാജ്റൻ ഗൈറ മംനൂൻ. നിങ്ങൾക്ക് ഇടമുറിയാത്ത പ്രതിഫലം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ പ്രബോധന ഫീൽഡിൽ തന്നെ കുതിച്ചോളൂ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം.
നിങ്ങൾ മഹത്തായ സൽ സ്വഭാവത്തിൻ്റെ ഒരു മഹത്തായ സംസ്കാരങ്ങളുടെ ഉടമയാണ്. അതൊക്കെ പിൽക്കാലത്ത് ചരിത്രകാരന്മാരിവിടെ രേഖപ്പെടുത്തും. ഉറപ്പല്ലേ? ഒമായസ്തുറൂൻ. ഹിന്ദുക്കളായ എത്ര ചരിത്രകാരന്മാര് അല്ലേ, അന്യമതക്കാരായ ചരിത്രകാരന്മാർ റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതി വച്ചിട്ടില്ലേ? അവർക്ക് ഹിദായത്ത് കിട്ടിയോ എന്നുള്ളത് വേറെ വിഷയം. സത്യം പറയും പലരും. അല്ലാഹ് പറഞ്ഞു, നബിയെ സാക്ഷിയാണ്, വരമൊഴികൾ സാക്ഷിയാണ്, നിങ്ങളുടെ വ്യക്തിത്വം എല്ലാവരും അംഗീകരിക്കും. ഈ പറഞ്ഞ വലീദ് എന്തായി? വലീദിനെ പറ്റി അല്ലാഹ് പറയുന്നത് നോക്കിക്കോ. അള്ളാന്റെ ഹബീബിനെ കൈകാര്യം ചെയ്തപ്പോൾ അല്ലാഹ് തിരിച്ച് കൈകാര്യം ചെയ്ത കോലം സൂറത്തുൽ കലം എടുക്കണം. അങ്ങനെ ഫസതുബ്സിറു വയുബ്സിറൂന ബിഅയ്യികുമുൽ മഫ്തൂൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. അതിൻ്റെ ആ ബാക്കി ഭാഗങ്ങളൊക്കെ അതിൻ്റെ ചേരുവകളും കൂടെ കൂട്ടിക്കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ സമയ ദൈർഘ്യമാണ് നമ്മൾ അവിടെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, പ്രധാനപ്പെട്ട ഭാഗം കൊണ്ടെടുക്കാം. ഫലാ തുതിഇൽ മുഖദ്ദിബീൻ. അതുകൊണ്ട് എന്താ നബിയെ നിങ്ങളുടെ ക്ഷീണം? ഈ പഹയൻ കള്ളപ്രചരണവും നടത്തി നടക്കുന്നു എന്നല്ലേ? ഈ കള്ളപ്രചരണം നടത്തുന്ന കള്ളന്മാരെ നിങ്ങൾ അനുസരിക്കണ്ട. കണ്ടോ? ഫലാ തുതിഇൽ മുഖദ്ദിബീൻ. ഈ കള്ളപ്രചരണക്കാരെ നിങ്ങൾ അനുസരിക്കണ്ട നബിയേ. ഫലാ തുതിഇൽ മുഖദ്ദിബീൻ. വലീദിനെയും കൂട്ടരെയുമാണ് കള്ളന്മാരെന്ന് വിശേഷിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, വലാ തുതിഇ കുല്ല ഹല്ലാഫിൻ മഹീൻ. വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ സത്യം ചെയ്യുന്ന ഒരു പഹയനുണ്ട്, അവനെയും നിങ്ങൾ അനുസരിക്കരുത് നബിയേ. വലാ തുതിഇ കുല്ല ഹല്ലാഫ്. ആരെ പറ്റിയായി പറഞ്ഞത്? വലീദിന്റെ സ്വഭാവമായിരുന്നു. എന്ത് ചെയ്യാണെങ്കിലും, കളവ് പറയുകയാണെങ്കിൽ അപ്പ പറയും ലാത്തയാ സത്യം, ഉസ്സയാ സത്യം, മനാത്തയാ സത്യം. കുല്ല ഹല്ലാഫ്. വേണ്ടതിനും വേണ്ടാത്തിനൊക്കെ സത്യം ചെയ്യുന്ന ഒരൊറ്റ പഹയന്മാരെയും നിങ്ങൾ അംഗീകരിക്കണ്ട. നേരത്തെ പറഞ്ഞതൊക്കെ ബഹുവചനങ്ങളാണ്. കാരണം മുഖദ്ദിബ് എന്ന ടൈറ്റൽ, ആ ദുർ ടൈറ്റൽ, അത് ആർക്കും ചേരും. വലീദിനും ചേരും, കൂട്ടുകാർക്കും ചേരും. ഇനി പറയുന്നതൊക്കെ വലീദിന് മാത്രമേ ചേരൂ. അതുകൊണ്ടാണ് ഇത് ഏകവചനത്തിൽ പറയുന്നത്. കുല്ല ഹല്ലാഫ്. ഹല്ലാഫ്, വല്ലാതെ സത്യം ചെയ്യുന്നവൻ. നബി തങ്ങൾ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ സ്വന്തം അനുയായികളിൽ നിന്ന് കയ്യടി കിട്ടിക്കൊണ്ടാണ് അത്രേ ഓതിയത്. ആരെ? നബി തങ്ങളുടെ അനുയായികളിൽ നിന്നല്ല, വലീദിന്റെ അനുയായികളിൽ നിന്ന് തന്നെ കയ്യടി കിട്ടി. സംഗതി ശരിയാണ്, എന്തു പറഞ്ഞാലും മുഹമ്മദ് പറഞ്ഞത് ശരിയാണ്. നമ്മളെ നേതാവിന് പറ്റിയ ഗുണങ്ങളാ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുല്ലഹല്ലാഫ്. അത് കഴിഞ്ഞിട്ട് പറയുന്നു മഹീൻ. സർവ നിന്ദയുടെയും മാറാപ്പ് പേറുന്നവൻ, നിന്ദ്യനാണവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മലയാളമൊന്നും ഭംഗിയായി പറഞ്ഞാൽ പറ്റില്ല. ഈ സ്ഥലത്ത് നമ്മൾ നല്ല നമ്മുടെ കൊളോക്കിയൽ ഭാഷ തന്നെ ഉപയോഗിക്കണം. മഹീൻ, ആ എരപ്പാളിയെ നിങ്ങൾ അംഗീകരിക്കരുത് നബിയേ. ഫലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. ഈ എരപ്പ് പിടിച്ചവനെ നിങ്ങൾ അനുസരിക്കരുത്. ഹമ്മാസ്, ജനങ്ങളെ പരിഹസിക്കുന്നവൻ. ഹമ്മശാഇം ബിനബീം, നേരം വെളുത്താ ഏശനി കൂട്ടി നടക്കുന്ന പണിയാ, നമീമത്തുമായിട്ട് നടക്കുന്ന പണിയാ. മശാഇം ബിനബീം, നമീമത്തുമായി നാട് കറങ്ങുന്നവൻ. എങ്ങനുണ്ട്? നല്ല നല്ല വിശേഷണങ്ങളാ. ഇവന്റെ മുഴുവൻ വഷളത്തരങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ ഇരുത്തേണ്ടടുത്ത് അങ്ങ് ഇരുത്തി. കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇം ബിനമീം. ഇവിടെ ചെന്നൊന്ന് പറയാ, അവിടെ ചെന്നൊന്ന് പറയാ, എന്നിട്ട് രണ്ടാളെയും തമ്മിലടുപ്പിച്ച് അതിന്റെ നടുവിൽ നിന്ന് ഇത് കണ്ട് രസിക്കുക, ചിരിക്കുക. ഇതാ ഇവന്റെ പരിപാടി. മശാഇം ബിനമീം മന്നാഇൽ ലിൽ ഖൈർ. ആർക്കെങ്കിലും 10 പൈസയുടെ നന്മ വരുന്നുണ്ടെങ്കിൽ ആ നന്മ തടയുന്ന, അതിന് പാര വെക്കുന്ന പഹയനാണ്. മന്നാഇൽ ലിൽ ഖൈർ. ഒരാൾക്കൊരു ജോലി കിട്ടാൻ പോകുന്നുണ്ട്, വിസ വരുന്നുണ്ട് എന്ന് കേട്ടാ അതിന് പാര വെക്കാൻ നോക്കുകയാണ്. മന്നാഇൽ ലിൽ ഖൈർ, ഖൈർ മുടക്കുന്നവനാണ്. എല്ലാവരും പറഞ്ഞു ശരിയാ, ഒക്കെ വലീദിനുണ്ടാവണം എന്നല്ലാതെ അനുയായികളായ നമ്മൾക്ക് വേണ്ടി അവനൊന്നും ആഗ്രഹിക്കാറില്ല. വല്ല നന്മയും വന്നാൽ അതിന് ഉടക്കുവെക്കും, പാരവെക്കും. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ, എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ച് തെറ്റുകൾ ചെയ്യുന്നവനാണ്. കണ്ടോ, അള്ളാഹുവിന്റെ നീതിയുടെ ത്രാസ്, അതിന്റെ എല്ലാ പരിധികളും ലംഘിക്കുന്നവനാണ് മുഅ്തദിൻ. കാരണം ഇതുവരെ അള്ളാഹിനെ തെറി പറഞ്ഞു, ഇപ്പൊ അള്ളാഹിന്റെ ഹബീബിനെ തെറി പറഞ്ഞു, അത് അള്ളാഹ്ക്ക് പറ്റിയില്ല. മുഅ്തദിൻ, എല്ലാ പരിധികളും ലംഘിച്ചവനാണ്. അസീം, ഇവനൊരു ബടാ പാപ്പി തന്നെയാണ്. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ പെട്ടെണ്ണം പറഞ്ഞു. ഒന്നും കൂടെ തലക്കുന്ന് ഇങ്ങനെ അങ്ങോട്ട് എണ്ണിക്കോ. ഫലാ തുതിഇൽ മുകദ്ദിബീൻ, കള്ളൻ. വലാ തുതിഇ കുല്ല ഹല്ലാഫ്, വേണ്ടതിനും വേണ്ടാത്തിനും ഒക്കെ സത്യം ചെയ്യുന്നവൻ. മഹീൻ,
വഷളത്തരം, എല്ലാ വഷളത്തരങ്ങളും പേറുന്നവൻ, എരപ്പാളി, മഹീൻ, ഹമ്മാസ്, ജനങ്ങളെ പരിഹസിക്കുന്നവൻ, മഷായിംബി നമീം, നമീമത്ത് കൂട്ടി നടക്കുന്നവൻ, മന്നായിലിൽ ഖൈരി, ഖൈർ മുടക്കുന്നവൻ, മുഅ്തദിൻ, എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നവൻ, തെറ്റു ചെയ്യുന്നതിൽ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ച് ക്രൂരത കാണിച്ചവൻ, കഴിഞ്ഞില്ല. അസീം, ബടാ പാപ്പി തന്നെ, അവൻ ചെയ്യാത്ത ഒരു തെറ്റുകുറ്റവുമില്ല. അസീം. ഇതിന്റെ ശേഷം അല്ലാഹു 9ാമത്തെ കാര്യം പറയുന്നു, ഉത്തുല്ലിൻ. ഇതൊക്കെ പറഞ്ഞിട്ടും തിരിഞ്ഞില്ലെങ്കിൽ ഇനി അവന്റെ ഒരു വ്യക്തിപരമായ ഒരടയാളം ഞാൻ പറയാം. ഇനി തിരിഞ്ഞില്ലെങ്കിൽ ഞാനൊരു അടയാളം പറയാം. ഉത്തുല്ലിൻ, കുടവയറനാണവൻ. ഉത്തുല്ലിൻ, കുടവയറനാണവൻ. നല്ല കുമ്പുള്ള ആളായിരുന്നു വലീദ് ഇബ്നുൽ മുഗീറ, പഹയൻ. ഇവനുള്ള സദസ്സിൽ ഇവനോളം പള്ളയും പിടിച്ചു വലിച്ചു നടക്കുന്ന ഒരു കുട്ടി ഉണ്ടാവില്ല. ഉത്തുല്ലിൻ, കുടവയറനാണവൻ. ഇതും കൂടെ ആയിട്ട് ഇറങ്ങിയപ്പോൾ ആളുകൾക്ക് വ്യക്തമായിട്ട് ചിത്രം തെളിഞ്ഞു. ആരെപ്പറ്റി അപ്പൊ ഈ പറയുന്നത് എന്ന് വ്യക്തമായി. അതുവരെ വ്യക്തമായിട്ടുണ്ടെങ്കിലും ഇതോടുകൂടി അത് അങ്ങോട്ട് സുവ്യക്തമായി. ഉത്തുല്ലിൻ. ഇനി അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഡോസുള്ള ഒന്ന്, അത് അവസാനത്തേക്ക് കരുതി വെച്ചതാ. ബഅദ ദാലിക സനീം, അതാ വിഷയം. ബഅദ ദാലിക സനീം, ബഅദ ദാലിക്, ഈ പറഞ്ഞതിൻ്റെയൊക്കെ ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇന്ന വൃത്തികേടുണ്ട്, ഇന്ന വൃത്തികേടുണ്ട്, ഇന്ന വൃത്തികേടുണ്ട്, ഓനെപ്പറ്റി ഇങ്ങനെ തന്നെയാണ്. അവസാനം പറയും പോരാത്തതിനെ രാത്രിയായ കുറേശ്ശൊക്കെ കുടിക്കും ചെയ്യും. അങ്ങനെ അവസാനം ഏറ്റവും ഡോസ് ഉള്ളത് പറയുമ്പോൾ പോരാത്തതിന് എന്ന് പറഞ്ഞിട്ടാ പറയാം. ഡോസ് ഉള്ളത് പറയുമ്പോൾ എന്നതുപോലെ അള്ളയും പറയുന്നത് എല്ലാം പറഞ്ഞ് അവസാനം പറയാം ബഅദ ദാലിക, പോരാത്തതിന്, ഇതിൻ്റെയൊക്കെ പുറമെ സനീം, അറിയോ നബിയെ, മാലോകരറിയോ, സനീം, ഇവന് തന്തയില്ല. അതാ ഭാഷയിൽ തന്നെ പറഞ്ഞതാ ഞാൻ. ഇവൻ ജാരസന്തതിയാണ് നബിയെ, ഇവന് വാപ്പയില്ല. പഠിച്ചോനെ, ഇത് വലിയ വിഷയങ്ങളായി. എന്തായി പറഞ്ഞത്? വലീദ് ഇബ്നുൽ മുഗീറക്ക് വാപ്പല്ലാന്നോ? ഇത് ഞങ്ങൾ വിടൂല. നാട്ടുകാരാകെ പ്രശ്നത്തിലായി. ഇതുവരെ പറഞ്ഞതൊക്കെ അംഗീകരിക്കാമായിരുന്നു. പക്ഷേ മുഹമ്മദേ, ഇതുവരെ നിന്നെ പിന്താങ്ങിയെങ്കിൽ ഇനിതാ ഞങ്ങൾ നിന്നെ എതിർക്കുകയാണ്. പോകണം നീയ്. യാതി പച്ച കള്ളം പറഞ്ഞു വരരുത്. എന്തേ കാരണം? ഇത്തരത്തിലുള്ള കള്ളം പറഞ്ഞു വരരുത്. എന്തേ കാരണം? ഞങ്ങൾക്കറിയാം വലീദ് ഇബ്നുൽ മുഗീറ, മുഗീറത്തിന്റെ മകൻ വലീദ് എന്നാ ഞങ്ങൾ ഇവരെ വിളിക്കുന്നത്. എന്റെ വാപ്പ വലീദ് മുഗീറത്താണ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയില്ലേ? എന്നിട്ട് നീ പറയേ ഇവന് വാപ്പയില്ലെന്ന്. അള്ളാഹുവിന്റെ റസൂൽ ഒന്നും സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നയാളല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുപോലും സ്വയാഭിപ്രായത്തിൽ പറയുന്ന ആളല്ല. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിൽ നിന്ന് സന്ദേശം കിട്ടിയിട്ടല്ലേ മുത്തുനബി, ആ നബിയുടെ ചുണ്ടിൽ നിന്ന് വരുന്ന മൊഴിമുത്തുകൾ നബിതങ്ങൾക്ക് പേടിക്കേണ്ടതില്ലല്ലോ. നബിതങ്ങൾ പറഞ്ഞു, എടോ അല്ല അല്ല എന്ന് പറഞ്ഞാ പോരാ, തെളിയിക്കാൻ തയ്യാറാവണം. വാപ്പയുണ്ടെന്ന് തെളിയിക്കാൻ ഒരന്വേഷണത്തിന് ഉത്തരവിടാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ബഅദ ദാലിക സനീം, എല്ലാം അറിയുന്ന റബ്ബ്, എല്ലാം അറിയുന്ന റബ്ബനോട് പറഞ്ഞു അവന് വാപ്പയില്ലെന്ന്. ബഅദ ദാലിക സനീം, ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഇവന് എല്ലാറ്റിനും പുറമെ ഇവനൊരു ജാരസന്തതി തന്നെ. ഹബീബ് ഒരനക്കം പിന്നോട്ട് പോയില്ല. ഹബീബ് ഒരനക്കം പിന്നോട്ട് പോയില്ല. ഒരിക്കലും പിന്നോട്ട് പോകാൻ മുത്തുനബി തയ്യാറായില്ല. കാരണം നബിക്ക് ആരെ പേടിക്കണം? അള്ളാഹുവിന്റെ റസൂലിനുണ്ടോ പേടിക്കാൻ? ഒന്നും പേടിക്കേണ്ടതില്ലല്ലോ. കാരണം എല്ലാ എതിരാളികൾക്കും അണതീർത്ത് മറുപടി കൊടുത്ത വചനമല്ലേ വിശുദ്ധ ഖുർആൻ. എന്തിനാ പേടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തന്നെ നിന്നു, ഓതി. ഏതാവട്ടെ സദസ്സ് പിരിഞ്ഞു. വലീദിന് കുറെ സന്തോഷായി. മുഹമ്മദ് ഇങ്ങനെ ഒരു പച്ചക്കള്ളം ലാസ്റ്റ് പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള 9 എണ്ണത്തിൽ നിന്ന് ഞാൻ തടി സലാമത്തായി എന്ന നിലക്കാ മൂപ്പര് നിൽക്കുന്നത്. കാരണം അത് മൂപ്പർക്ക് തന്നെ അഭിപ്രായമുണ്ട്, അത് എനിക്ക് ഫിറ്റാണ് എന്ന്. അത് തെളിയാൻ പോകുകയാണ്. പിറ്റേന്ന് അയാൾ പുറത്തിറങ്ങുമ്പം ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മുഹമ്മദ് ഒന്ന് സൂക്ഷിച്ചിരുന്നെങ്കിൽ സംഗതി പരിഹരിക്കാമായിരുന്നു. 9 കാര്യം പറഞ്ഞത് കറക്റ്റായിരുന്നു. 10ാമത്തതൊന്ന് സൂക്ഷിച്ചു പറഞ്ഞിരുന്നെങ്കിൽ പെടൂലായിരുന്നു. അത് തീർത്തുമില്ലാത്തത് തന്നെ.
അപ്പോൾ വലീദിന് സന്തോഷം തോന്നി, മറ്റേതും കൂടെ ഇതിലങ്ങോട്ട് തേഞ്ഞുമാഞ്ഞു പോയല്ലോ. എന്നാ കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു ചെറിയ ടോലി, ഒരു ചെറിയ സംഘം ഇങ്ങനെ കൂടി നിന്നിട്ട് ഇങ്ങനെ പറയാൻ, അല്ലെങ്കിലും ഇന്നലെ 9 കാര്യം മുഹമ്മദ് പറഞ്ഞത് ശരിയല്ലേ? അതെ, 1 നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്നത്. അപ്പോൾ 9 ശരിയും ഒരു തെറ്റിന് സാധ്യതയുള്ള വിഷയവും കൂടെ വരുമ്പം 9 ഒരു തെറ്റ് കൊണ്ട് 9 ശരിയെ വെട്ടലോ ന്യായം, അതോ 9 ശരി കൊണ്ട് ഒരു തെറ്റിന്റെ സാധുതയുടെ സാധ്യത കണ്ടെത്തലോ ന്യായം എന്നിവർ സംസാരിച്ചപ്പോ അത് വലീദിനെ ചൊടിപ്പിച്ചു. വലീദ് പറഞ്ഞു, എടാ കാണിച്ചു തരാം ഹമ്പട കള്ളന്മാരെ, ഞമ്മന്റെ ആളുകളെന്ന് പറഞ്ഞു നടന്ന് ഇങ്ങനെ കുറെ ആളുകളുണ്ടല്ലേ, എന്നെപ്പറ്റി നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ? എൻ്റെ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കറുത്ത ധാരണ ഉണ്ടാക്കാൻ കാരണമായത് മുഹമ്മദിന്റെ ഇന്നലത്തെ വചനങ്ങളല്ലേ? തീരുമാനിച്ചു, ഇനി ഞാനോ മുഹമ്മദോ രണ്ടാലൊരാൾ മതി, രണ്ടാലൊരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചാൽ മതി. അങ്ങനെ ഇവൻ വഫിയദിഹി മുദിയ, ഇവന്റെ കയ്യിൽ നല്ല ഒരു കഠാരയുമുണ്ട്. ആ കഠാരയും പിടിച്ചു പോകുകയാണ് ഉമ്മായുടെ അടുത്തേക്ക്. എന്തിനാ ഉമ്മാന്റെ അടുത്തേക്ക് പോയത് അറിയോ? ഇവരടക്കം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ പറയാൻ വിട്ടതാ, അല്ലെങ്കിലും ഇപ്പൊ ഇതിന്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ വലീദിന്റെ ഉമ്മാനോട് ചോദിക്കേണ്ടി വരുമല്ലോ എന്ന് ഇവര് കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. സംഗതി ഇപ്പൊ നമ്മൾ പറയണ മുഗീറത്താണ് വാപ്പാന്ന്, സംഗതി ഉമ്മ വല്ല കള്ളക്കളിയും കളിച്ചണോന്ന് ഞമ്മക്കറിയില്ലല്ലോ എന്ന് ഇവര് പറഞ്ഞിരുന്നു. അപ്പൊ നേരെ ഉമ്മാന്റെ അടുത്തേക്കാ പോയത്, കത്തിയായിട്ട് ഉമ്മാന്റെ അടുത്തേക്കാ പോയത്. ആ കത്തിയും കൊണ്ട് എന്നിട്ട് പറഞ്ഞു, ഉമ്മാ ഖദ് ഹജ്ജാനി മുഹമ്മദുൻ ബി അശ്രി ഖിസാൽ, മുഹമ്മദ് എന്നെ പറ്റി 10ഓളം വരുന്ന അസഭ്യങ്ങൾ പറഞ്ഞ് അശ്ലീല ഗാനം പാടി. ഈ അശ്ലീല ഗാനം പാടി എന്നൊക്കെ പറഞ്ഞാൽ അവർ ഖുർആനെ കുറിച്ച് അവരങ്ങനെ ഗാനം എന്നായിരുന്നല്ലോ വിശേഷിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആ കവിത എള്ളി എന്ന് പറഞ്ഞത്. ഖദ് ഹജ്ജാനി മുഹമ്മദുൻ ബി അശ്രി ഖിസാൽ. ശരി, ഉമ്മ ചോദിച്ചു, മോനെ എന്തൊക്കെയാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇതൊക്കെയാണ് പറഞ്ഞത് ഉമ്മ. എന്നിട്ട് നിന്റെ അഭിപ്രായം ഇപ്പം എന്താ? ആദ്യം പറഞ്ഞ 9 എണ്ണത്തിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചത്രേ ഉമ്മ. അപ്പൊ പറഞ്ഞത്രേ ഉമ്മ, ആദ്യത്തെ 9 എണ്ണം നമുക്ക് അങ്ങനെ വെച്ച് ഒപ്പിക്കാം, അത് കുറെയൊക്കെ നമ്മൾ ചെയ്യുന്ന സംഗതികൾ തന്നെയാ. പക്ഷേ 10ാമത്തത് എന്തായാലും പൊറുക്കൂല ഞാൻ. എന്റെ വാപ്പ മുഗീറത്തല്ലേ ഉമ്മ? എന്നിരിക്കെ മുഹമ്മദ് ഇങ്ങനെ പറയുകയാണെങ്കിൽ മുഹമ്മദിനെ കൊല്ലാൻ തീരുമാനിച്ചു പുറപ്പെടുക. അതുകൊണ്ട് ഉമ്മാന്റെ കുരുത്തം കിട്ടണം, അതിനവിടെ വന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ഈ 9 എണ്ണത്തിന്റെ കാര്യത്തിൽ നിനക്കിങ്ങനെ ഒരു അഭിപ്രായം തോന്നുന്നുണ്ടെങ്കിൽ 10ാമത്തതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചു. അതോടുകൂടെ വലീദിന് മനസ്സിലായി എന്തോ ഒരു കള്ളത്തിനെതിൽ ഇരിക്കുന്നുണ്ട്. ഉമ്മാന്റെ നേരെ അങ്ങ് ചാടിയിട്ട് പറഞ്ഞു, സ്വദ്ദിഖീനി വഇല്ലാ ഫഖതൽതുകി, സത്യം അങ്ങോട്ട് പറയണം, അല്ലെ കുത്തി അങ്ങോട്ട് കൊല്ലുന്നു പറഞ്ഞു. കയ്യിൽ കത്തിയുണ്ട്, നോക്ക് നിങ്ങള്, ഇതാ ഞാൻ പറയാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ടോല് രക്ഷപ്പെടൂല, സത്യം അങ്ങോട്ട് പറയണം. അപ്പോഴാ ഉമ്മ പറഞ്ഞു, മോനെ നീ ചൂടാവല്ല, സമാധാനത്തോടുകൂടെ കേൾക്ക. നിന്റെ വാപ്പ വലിയ ധനികനായിരുന്നു, സമ്പന്നനായിരുന്നു, സ്ഥാനുമാനമൊക്കെ ഉള്ള ആളായിരുന്നു. നിന്റെ വാപ്പാന്റെ കീഴിൽ ഞാൻ വന്ന് പെട്ടു മോനെ ദുര്യോഗത്തിന്. ആ വാപ്പാക്കൊരു കുഴപ്പമുണ്ടായിരുന്നു, ഞാൻ പറയട്ടെ. കദ്കാന അബൂക ഇന്നീന. ഇത് പണ്ഡിതന്മാർക്ക് ഇതിന്റെ അർത്ഥം അറിയും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷെ സാധാരണക്കാർക്ക് വിഷയം തിരിയണമല്ലോ. നിന്റെ വാപ്പ ലിംഗം കുഴഞ്ഞവനായിരുന്നു, ലിംഗം ഉദ്ധരിക്കാത്ത ആളായിരുന്നു. അതുകൊണ്ട് എൻ്റെ വൈകാരിക പ്രശ്നം അത് പൂർത്തീകരിക്കപ്പെടാതെ ഒരുപാട് കാലം നിന്റെ വാപ്പാന്റെ സ്വത്തും സ്ഥാനമാനങ്ങളും ഒക്കെ കണ്ട് ഞാൻ കഴിഞ്ഞുകൂടി. എനിക്ക്